ആ ദൃശ്യം ഓർക്കുന്നുണ്ടോ? 2022 ഡിസംബർ 18 ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയം. ലോക ഫുട്ബോളിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫൈനലുകളിലൊന്നിന് തിരശ്ശീല വീണിരിക്കുന്നു. നീലയും വെള്ളയും നിറഞ്ഞ അർജന്റീന ജേഴ്സികൾ ആഘോഷത്തിൽ മുങ്ങുമ്പോൾ മറുവശത്ത് ഫ്രാൻസിന്റെ നീല ജേഴ്സി അണിഞ്ഞ ഒരു 23-കാരൻ പുൽത്തകിടിയിൽ നിശബ്ദനായി ഇരിക്കുകയായിരുന്നു. അവൻ കരയുകയായിരുന്നില്ല. പക്ഷേ ലോകകിരീടം കൈവിട്ടുപോയ വേദന അവന്റെ കണ്ണുകളിൽ കാണാമായിരുന്നു. ഷൂട്ടൌട്ടിലടക്കം ഫൈനലിൽ 4 ഗോളുകൾ നേടുന്ന ആദ്യ താരം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ വന്ന് അവനെ ചേർത്ത് പിടിച്ചു. സഹതാരങ്ങൾ ആശ്വസിപ്പിച്ചു. ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ അഭിനന്ദന വാക്കുകൾ പറഞ്ഞു. അപ്പോഴും ആ പയ്യന്റെ കണ്ണുകൾ മറ്റൊരിടത്തായിരുന്നു, തൊട്ടുമുന്നിലിരുന്ന ലോകകപ്പിലേക്ക്. ആ രാത്രി ലയണൽ മെസ്സിയുടേതായിരുന്നു, അർജന്റീനയുടേതും. അതേ രാത്രി ലോകം മറ്റൊരു സത്യവും തിരിച്ചറിഞ്ഞു. മെസ്സി യുഗം മനോഹരമായ അന്ത്യത്തിലേക്ക് അടുക്കുമ്പോൾ പുതിയ യുഗത്തിൻ്റെ വാതിൽക്കൽ ഒരാൾ കാത്തു നിൽക്കുന്നുണ്ടെന്ന്. കിലിയൻ എംബാപ്പെ. ചില താരങ്ങൾ ഗോളുകൾ കൊണ്ടാണ് ഓർമ്മിക്കപ്പെടുക, ചിലർ കിരീടങ്ങൾ കൊണ്ടും. അപൂർവം ചിലർ ഒരു കാലഘട്ടത്തിൻ്റെ മുഖമായി മാറുന്നു. പെലെ, മറഡോണ, ക്രിസ്ത്യാനോ റൊണാൾഡോ, ലയണൽ മെസ്സി. ആ പട്ടികയിലേക്ക് ആത്മവിശ്വാസത്തോടെ നടന്നു കയറുന്ന പേരാണ് കിലിയൻ എംബാപ്പെ. മൈതാനത്തെ മിന്നൽ വേഗം, അതിവേഗ ഡ്രിബ്ലിംഗ്, ഗോളടിക്കാനുള്ള അസാമാന്യ കഴിവ്, കളിമെനയാനുള്ള ബുദ്ധി, വലിയ വേദികളിലെ ഭയമില്ലായ്മ. അതാണ് എംബാപ്പയെ വ്യത്യസ്തനാക്കുന്നത്. 2018 റഷ്യ ലോകകപ്പ്. 19 വയസ്സുള്ള ഒരു ഫ്രഞ്ച് ബാലൻ അന്ന് ലോകത്തെ വിസ്മയിപ്പിച്ചു. അർജന്റീനയ്ക്കെതിരായ പ്രീ ക്വാർട്ടറിൽ പന്തുമായി നടത്തിയ 70 മീറ്ററോളം നീളുന്നൊരു കുതിപ്പ്, മാർക്കോസ് റോഹോയെ പിന്നിലാക്കി നിക്കോളാസ് ടാഗ്ലിയോഫിക്കോയെ മറികടന്ന് പ്രതിരോധത്തെ ചിതറിച്ച ആ ഓട്ടം ഒടുവിൽ പെനാൽറ്റിയായി മാറി. അന്ന് കാണികൾ ഒന്നടങ്കം പറഞ്ഞു, ഈ പയ്യൻ സാധാരണക്കാരനല്ല. അതേ മത്സരത്തിൽ 2 ഗോളുകൾ. ഫൈനലിൽ ക്രൊയേഷ്യക്കെതിരെയും 1 ഗോൾ. പെലെയ്ക്ക് ശേഷം ലോകകപ്പ് ഫൈനലിൽ ഗോൾ നേടുന്ന ആദ്യ കൗമാരക്കാരൻ. ഫ്രാൻസ് ലോക ചാമ്പ്യനായി. മികച്ച യുവതാരത്തിനുള്ള ഫിഫ പുരസ്കാരവുമായി എംബാപ്പയും ആവേശത്തിൻ്റെ നെറുകയിലേക്ക്. 4 വർഷം കഴിഞ്ഞപ്പോൾ കഥ മാറി. 2022 ഖത്തർ ലോകകപ്പ്. അപ്പോഴേക്കും എംബാപ്പെ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ഫോർവേഡായിരുന്നു. ഓസ്ട്രേലിയക്കെതിരെ ഗോൾ, ഡെൻമാർക്കിനും പോളണ്ടിനുമെതിരെ ഇരട്ട ഗോൾ, മൊറോക്കയ്ക്കെതിരെ ഫൈനലിലേക്കുള്ള വഴിയൊരുക്കിയ നിർണായക പ്രകടനം. അങ്ങനെ മെസ്സിക്കെതിരായ മഹാഫൈനൽ. 80-ാം മിനിറ്റ് വരെ ഫ്രാൻസ് മത്സരത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് തോന്നി. സ്കോർ 2-0. അർജന്റീന ആഘോഷം തുടങ്ങി. പിന്നീട് വെറും 97 സെക്കൻഡിനുള്ളിൽ എല്ലാം മാറിമറിഞ്ഞു. ആദ്യം പെനാൽറ്റി, തുടർന്ന് മാർക്കസ് തുറാമിൻ്റെ പാസിൽ നിന്ന് ഇടങ്കാലിലൊരു ഗോളി. 2-2. ലുസൈൽ സ്റ്റേഡിയം വിശ്വസിക്കാനാവാതെ നിന്നു. അധിക സമയത്ത് മെസ്സി വീണ്ടും അർജന്റീനയെ മുന്നിലെത്തിച്ചു. പക്ഷേ വീണ്ടും എംബാപ്പെ, വീണ്ടും പെനാൽറ്റി. 3-3. ലോകകപ്പ് ഫൈനൽ ചരിത്രത്തിലെ ഏറ്റവും നാടകീയമായ തിരിച്ചുവരവിന് പിന്നിൽ ഒരേ ഒരാളായിരുന്നു എംബാപ്പെ. ആ രാത്രി സ്വർണ്ണക്കിരീടം കൈവിട്ടെങ്കിലും ലോകം അവനെ വാഴ്ത്തി. ബ്രസീൽ ഇതിഹാസം പെലെ ഒരിക്കൽ പറഞ്ഞ വാചകം വീണ്ടും വൈറലായി. ഇഫ് കിലിയൻ കീപ്സ് ഈക്വലിംഗ് മൈ റെക്കോർഡ്സ് ലൈക്ക് ദിസ്, ഐ മേ ഹാവ് ടു ഡസ്റ്റ് മൈ ബൂട്ട്സ് ഓഫ് എഗെയിൻ. എംബാപ്പെ ഇങ്ങനെ എൻ്റെ റെക്കോർഡുകൾ മറികടക്കാൻ തുടങ്ങിയാൽ എനിക്ക് വീണ്ടും ബൂട്ട് അണിയേണ്ടി വരും. സ്വന്തം പിൻഗാമിയെ തിരിച്ചറിഞ്ഞ പെലെയുടെ അംഗീകാരം. അന്ന് ഫ്രാൻസ് പരിശീലകൻ ദിദിയെ ദഷാം പറഞ്ഞ വാക്കുകളും ശ്രദ്ധേയമായിരുന്നു. ഹി ക്യാരിഡ് ദ ടീം വെൻ ഇറ്റ് മാറ്റേർഡ് ദ മോസ്റ്റ്. അതെ, ഏറ്റവും ആവശ്യമായ ഘട്ടത്തിൽ ടീമിനെ ചുമലിലേറ്റിയത് എംബാപ്പയായിരുന്നു. കയ്യടികളുടെയും കിരീടങ്ങളുടെയും മാത്രം കഥയല്ല എംബാപ്പയുടെ ജീവിതം. കലാപങ്ങൾ കത്തിയ തെരുവിൽ നിന്ന് ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഓടിക്കേറിയ ഒരു ബാലൻ്റെ അതിജീവനത്തിൻ്റെ സാക്ഷ്യമാണത്. പാരീസിൽ നിന്ന് 11 കിലോമീറ്റർ അകലെ ഒരു പ്രാന്തപ്രദേശമാണ് ബൊണ്ടി. പാരീസിൻ്റെ തിളക്കവും ആഡംബരവും പോസ്റ്റ് കാർഡുകളിലെ സൗന്ദര്യവും അവസാനിക്കുന്നിടത്ത് തുടങ്ങുന്ന മറ്റൊരു ലോകം. കുടിയേറ്റക്കാരുടെ സ്വപ്നങ്ങളും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വംശീയ സംഘർഷങ്ങളും ഇടകലർന്ന ഇടം. തെരുവുകളായിരുന്നു അവിടുത്തെ കുട്ടികളുടെ സർവകലാശാല. ഫ്രാൻസ് ആദ്യമായി ലോകകപ്പ് നേടിയ വർഷം ബൊണ്ടിയിലെ ഒരു വീട്ടിൽ ആ കുഞ്ഞ് ജനിച്ചു. 1998 ഡിസംബർ 20. കാമറൂൺ വംശജനായ വിൽഫ്രഡ് എംബാപ്പയുടെയും അൾജീരിയൻ വംശജയായ ഫായിസ ലമാരിയയുടെയും മകൻ. അവനെ അവർ കിലിയൻ എന്ന് പേരിട്ടു.
2 ഭൂഖണ്ഡങ്ങളുടെ പാരമ്പര്യം അവൻ്റെ രക്തത്തിൽ അലിഞ്ഞിരുന്നു. AS ബോണ്ടി ക്ലബിലെ ഫുട്ബോൾ പരിശീലകനായിരുന്നു പിതാവ് വിൽഫ്രഡ്. അച്ഛൻ്റെ സാന്നിധ്യം കൊണ്ടാകാം സംസാരിക്കാൻ പഠിക്കുന്നതിന് മുമ്പേ കിലിയൻ പന്ത് തട്ടാനാണ് പഠിച്ചത്. വീട്ടിലെ കളിപ്പാട്ടങ്ങളിൽ അവന് ഏറ്റവും പ്രിയപ്പെട്ടതും ഫുട്ബോളായിരുന്നു. ദേശീയ ഹാൻഡ്ബോൾ താരമായിരുന്നു അമ്മ ഫായിസ ലമാരി. ഒരു കുട്ടിക്ക് സ്പോർട്സിനൊപ്പം കലയും ഒരുപോലെ ആവശ്യമാണെന്ന് വിശ്വസിച്ച അവർ മകനെ സംഗീത ക്ലാസ്സിൽ ചേർത്തു. ഓടക്കുഴൽ പഠിപ്പിച്ചു, പാട്ടുപാടാൻ പ്രോത്സാഹിപ്പിച്ചു. ബൊണ്ടിയിൽ സ്കൂൾ വിട്ടു വന്നാൽ കുട്ടികൾ തെരുവിലേക്ക് ഓടും. ഗോൾ പോസ്റ്റിനു പകരം 2 കല്ലുകൾ. റഫറിയില്ല, നിയമങ്ങളില്ല, പന്ത് മാത്രം. മണിക്കൂറുകളോളം കളിച്ചാലും ആരും ക്ഷീണിക്കാറില്ല. വിയർത്തു കുളിച്ച് വീട്ടിലെത്തിയാൽ കിലിയൻ തൻ്റെ മുറിയുടെ ചുമരിലേക്ക് ഉത്സാഹത്തോടെ നോക്കും. അവിടെ ഒരേ ഒരു ചിത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പോർച്ചുഗൽ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോ. റയൽ മാഡ്രിഡ് ജേഴ്സിയിൽ കൈകൾ വിരിച്ച് ആഘോഷിക്കുന്ന റൊണാൾഡോയെ നോക്കിയാണ് അവൻ ഉറങ്ങിയത്. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തെ പോലെ കളിക്കും, അമ്മയോട് കിലിയൻ പലപ്പോഴും പറഞ്ഞിരുന്ന സ്വപ്നമായിരുന്നു അത്. വിൽഫ്രഡ് ഒരു കാര്യം മാത്രം മകനോട് ആവർത്തിച്ചു പറഞ്ഞു: മൈതാനത്ത് വേഗം മാത്രം പോരാ, പന്ത് എപ്പോൾ കാലിൽ നിന്ന് വിടണമെന്നും അറിയണം. ആ ഉപദേശമാണ് ഇന്നും എംബപ്പയുടെ കളിയുടെ അടിത്തറ. 9-ാം വയസ്സിൽ സ്കൂളിൽ ഒരു സംഭവം നടന്നു. പഠനത്തിൽ ശ്രദ്ധിക്കാത്തതിന് അധ്യാപിക ശകാരിച്ചു. വലിയ ഫുട്ബോൾ താരമാകാനാണ് ഞാൻ ജനിച്ചത് എന്നായിരുന്നു കിലിയന്റെ മറുപടി. വെറുമൊരു കളിവാക്കായി കരുതി അധ്യാപിക അതിനെ ചിരിച്ചു തള്ളി. വർഷങ്ങൾക്ക് ശേഷം അതേ സ്കൂളിന്റെ ചുമരിൽ അവന്റെ ചിത്രങ്ങൾ നിറഞ്ഞു. AS ബോണ്ടിയുടെ പരിശീലന മൈതാനത്ത് മറ്റു കുട്ടികൾ ഏതാനും മണിക്കൂർ പരിശീലിച്ച് മടങ്ങും. പക്ഷേ കിലിയൻ പിന്നെയും പന്തുമായി തുടരും, രാത്രിയാകും വരെ. പരിശീലനം കഴിഞ്ഞാലും ദിവസവും അധിക സമയം ചെലവിട്ട് ഒരേ മുന്നേറ്റം ആവർത്തിക്കുന്ന കുട്ടിയായിരുന്നു കിലിയൻ. വേഗം ജന്മസിദ്ധമായിരുന്നെങ്കിലും അതിനെ മുനകൂർപ്പിച്ചത് ആ നിരന്തര പരിശീലനമായിരുന്നു. ബോണ്ടി അവനെ വേഗം എന്തെന്ന് പഠിപ്പിച്ചു. ഒപ്പം വലിയൊരു പാഠവും നൽകി: വിശപ്പ്. കളിക്കാനും മെച്ചപ്പെടാനും ലോകം കീഴടക്കാനുമുള്ള വിശപ്പ്. 10 വയസ്സാകുമ്പോഴേക്കും ഫ്രാൻസിലെ പ്രമുഖ ക്ലബ്ബുകളുടെ ശ്രദ്ധ അവനിലേക്കെത്തി. ചെൽസിയും റയൽ മാഡ്രിഡും റയലിനെ വിളിച്ചു. സിനദിൻ സിദാൻ വരെ അവനെ കാണാൻ ആഗ്രഹിച്ചുവെന്ന കഥകൾ പ്രചരിച്ചു. പക്ഷേ വിൽഫ്രഡ് തിടുക്കപ്പെട്ടില്ല. കിലിയന് ഇപ്പോൾ വേണ്ടത് പ്രശസ്തിയല്ല, ശരിയായ പരിശീലനമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അങ്ങനെയാണ് ഫ്രാൻസിൻ്റെ ദേശീയ ഫുട്ബോൾ അക്കാദമിയായ ക്ലെയർ ഫൗണ്ടെയിൻ തിരഞ്ഞെടുത്തത്. അവിടേക്കുള്ള യാത്രയായിരുന്നു ബോണ്ടിയിലെ തെരുവുകളിൽ നിന്ന് ലോക ഫുട്ബോളിലേക്കുള്ള തുടക്കം. പാരീസിൽ നിന്ന് കുറച്ചകലെ ഫ്രഞ്ച് ഫുട്ബോളിൻ്റെ ഭാവി രൂപപ്പെടുന്ന ഇടമാണ് ക്ലെയർ ഫൗണ്ടെയിൻ. ആ വാതിൽ കടന്നപ്പോൾ കിലിയൻ എംബപ്പയ്ക്ക് വയസ്സ് 13. രാവിലെ ക്ലാസ്, ഉച്ചയ്ക്ക് ജിം, വൈകുന്നേരം പരിശീലനം, രാത്രിയിൽ വീഡിയോ അനാലിസിസ്. പന്ത് എങ്ങനെ നിയന്ത്രിക്കണം, എപ്പോൾ ഓടണം, എപ്പോൾ നിൽക്കണം, എങ്ങനെ പാസ് നൽകണം എന്നെല്ലാം അവിടെ പഠിപ്പിച്ചു. കൂട്ടുകാർ പരിശീലനം കഴിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങും. പക്ഷേ ഇരുട്ട് വീഴുവോളം പന്തുമായി കിലിയൻ മൈതാനത്ത് തുടരും. ഒരു ദിവസം പരിശീലകർ തിയറി ഹെൻറിയുടെ കളിയുടെ വീഡിയോ കുട്ടികൾക്ക് കാണിച്ചു. പിറ്റേന്ന് അതിലെ മുന്നേറ്റങ്ങളും റണ്ണുകളും അതേപടി അനുകരിക്കാൻ ശ്രമിച്ചത് കിലിയൻ മാത്രമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഹെൻറിയുടെ പല റെക്കോർഡുകളും മറികടക്കുന്ന താരമായും അവൻ വളർന്നു. മറ്റൊന്നുകൂടി പരിശീലകരെ അത്ഭുതപ്പെടുത്തി: പന്ത് കാലിലില്ലാത്തപ്പോഴുള്ള അവൻ്റെ ഓട്ടം, പ്രതിരോധ നിരക്കിടയിലെ ചെറിയ ഇടങ്ങൾ കണ്ടെത്തി കയറാനുള്ള കഴിവ്, ഡിഫൻഡർമാരുടെ തോളിൽ ചേർന്ന് നിന്ന് അവസാന നിമിഷം പൊട്ടിത്തെറിക്കുന്ന സ്പ്രിന്റ്. മണിക്കൂറുകളോളം പരിശീലിച്ച ആ ശീലമാണ് പിന്നീട് യൂറോപ്പിലെ പ്രതിരോധ നിരകളുടെ പേടി സ്വപ്നമായി മാറിയത്. ചെൽസിയും PSG-യും അവനെ സ്വന്തമാക്കാൻ ശ്രമിച്ചു. വലിയ ക്ലബ്ബല്ല, കളിക്കാൻ അവസരമുള്ള ക്ലബ്ബാണ് വേണ്ടതെന്ന് വിൽഫ്രഡ് വീണ്ടും ഓർമ്മിപ്പിച്ചു. അങ്ങനെയാണ് ഫ്രാൻസിൻ്റെ തെക്കൻ തീരത്ത് മെഡിറ്ററേനിയൻ കടലിനരികിലെ ചെറിയ രാജ്യമായ മൊണോക്കോയിലെ ക്ലബ്ബായ AS മൊണോക്കോയിലേക്കുള്ള യാത്ര. ബോണ്ടിയിൽ നിന്ന് മൊണോക്കോയിലേക്കുള്ള ആ യാത്ര ജീവിതത്തിലെ വലിയ മാറ്റമായിരുന്നു. ആദ്യമായാണ് വീട്ടിൽ നിന്ന് ദൂരെ കഴിയുന്നത്. വീട്ടുകാരുമില്ല, കൂട്ടുകാരുമില്ല. പല രാത്രികളും വീട്ടിലേക്ക് മടങ്ങണമെന്ന് എംബപ്പയ്ക്ക് തോന്നി. അത്തരം സമയങ്ങളിൽ വിൽഫ്രഡ് മകനെ കാണാനെത്തും. മികച്ച പ്രകടനം നടത്തിയിട്ടും കിലിയന് വേണ്ടത്ര അവസരം ലഭിക്കുന്നില്ലെന്ന് അദ്ദേഹം കരുതി. അത് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു. വിമർശനവും ഉയർന്നു. എന്തായാലും അതിനുശേഷം കിലിയന് ടീമിൽ ഇടം കിട്ടി. അവൻ ഗോളും അടിച്ചു. പിന്നെ ഒരിക്കലും ടീമിൽ നിന്ന് പുറത്തായതുമില്ല. 2015 ഡിസംബർ 2 ഫ്രഞ്ച് ലീഗ് കപ്പിൽ കെയ്ൻ ക്ലബിനെതിരെ മൊണോക്കോയുടെ സീനിയർ ടീമിനായി എംബപ്പെ അരങ്ങേറ്റം കുറിച്ചു. 16 വർഷവും 347 ദിവസവും മാത്രം പ്രായം.
മൊണോക്കോയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സീനിയർ താരമെന്ന തിയറി ഹെൻറിയുടെ റെക്കോർഡ് തകർന്നു. ഏതാനും മാസങ്ങൾക്കകം മൊണോക്കോയ്ക്കായി ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവുമായി. 2016 മുതൽ ലോകം എംബപ്പയെ ശ്രദ്ധിച്ചു തുടങ്ങി. അവൻ പന്തുമായി ഓടുമ്പോൾ ഡിഫൻഡർമാർ ഭയന്നു. വേഗം മാത്രമായിരുന്നില്ല ഇതിന് കാരണം. അവസാന നിമിഷം ഓട്ടത്തിന്റെ ദിശ മാറ്റാനുള്ള കഴിവ്, 2 കാലുകൊണ്ടും ഫിനിഷ് ചെയ്യാനുള്ള ആത്മവിശ്വാസം, ഗോൾ കീപ്പറുടെ പൊസിഷൻ നോക്കി ഷോട്ട് തിരഞ്ഞെടുക്കാനുള്ള പക്വത, ഇതെല്ലാം ഒരു 17-കാരൻ്റെ കളിയിൽ അപൂർവമായിരുന്നു. മൊണോക്കോയുടെ പരിശീലകൻ ലിയോണാർഡോ ജാർദിൻ ഒരിക്കൽ പറഞ്ഞു, എംബപ്പയുടെ ഏറ്റവും വലിയ കഴിവ് വേഗമല്ല, പഠിക്കാനുള്ള ആഗ്രഹമാണ്. ആ വാക്കുകൾ ശരിവെക്കുന്നതായിരുന്നു അവൻ്റെ ഓരോ മത്സരവും. 2016-17 സീസണിൽ ഫ്രഞ്ച് ലീഗിലും യുവേഫ ചാമ്പ്യൻസ് ലീഗിലും യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകൾക്കെതിരെയും എംബപ്പെ തുടർച്ചയായി ഗോൾ നേടി. മാഞ്ചസ്റ്റർ സിറ്റിക്കും ബൊറൂസിയ ഡോട്ട്മുണ്ടിനുമെതിരെയുള്ള കളികൾ യൂറോപ്യൻ ഫുട്ബോളിൻ്റെ ശ്രദ്ധ അവനിലേക്ക് തിരിച്ചു. പുതിയ സൂപ്പർ സ്റ്റാറിനെ തേടി യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകൾ മൊണോക്കോയുടെ വാതിൽക്കൽ കാത്തുനിന്നു. ക്ലെയർ ഫോണ്ടെയിനിൽ കളി പഠിച്ച് AS മൊണോക്കോയിൽ പയറ്റി തെളിഞ്ഞ എംബപ്പെ അധികം വൈകാതെ പാരീസിൻ്റെ രാജകുമാരനായി. 2017 ഏകദേശം 180 ദശലക്ഷം യൂറോയുടെ കരാറിൽ PSG അന്ന് ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ട്രാൻസ്ഫർ. ആദ്യകാലത്ത് നെയ്മറും എഡിസൺ കവാനിയും ഒപ്പമുണ്ടായിരുന്നു. പിന്നീട് മെസ്സിയും എത്തി. ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ ആക്രമണ നിരകളിലൊന്നിൻ്റെ ഭാഗമായി എംബപ്പെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അച്ചടക്കവും പ്രൊഫഷണലിസവും മാതൃകയാക്കി. നെയ്മാറിൽ നിന്ന് കളി ആസ്വദിക്കാൻ പഠിച്ചു. മെസ്സിക്കൊപ്പം ചേർന്നപ്പോൾ വലിയ മത്സരങ്ങളെ എങ്ങനെ നേരിടണമെന്ന് അടുത്തറിഞ്ഞു. 7 വർഷങ്ങൾ, നിരവധി കിരീടങ്ങൾ, തുടർച്ചയായ റെക്കോർഡുകൾ. PSG ഏറ്റവും മികച്ച ഗോൾ വേട്ടക്കാരനായി എംബപ്പെ. 256 ഗോളുകൾ, ലീഗ് കിരീടങ്ങളും ആഭ്യന്തര കപ്പുകളും ഉൾപ്പെടെ 14ലേറെ പ്രധാന ട്രോഫികൾ. 2021 ബാഴ്സലോണയുടെ സ്വന്തം മൈതാനമായ ക്യാമ്പ് നൗവിൽ ചാമ്പ്യൻസ് ലീഗിൽ നേടിയ ഹാട്രിക് ഇന്നും യൂറോപ്യൻ ഫുട്ബോളിലെ ഏറ്റവും മികച്ച വ്യക്തിഗത പ്രകടനങ്ങളിൽ ആണ്. തുടർച്ചയായി ഫ്രഞ്ച് ലീഗിലെ ടോപ്പ് സ്കോറർ, മികച്ച താരത്തിനുള്ള അംഗീകാരങ്ങൾ, ഓരോ സീസണും ഓരോ പുതിയ റെക്കോർഡ്. മെസ്സിക്ക് ശേഷം ആരെന്ന ചോദ്യത്തിന് മിക്കവരുടെയും മറുപടി ഒന്നായിരുന്നു, എംബപ്പെ. എന്നിട്ടും ഒരു കുറവ് മാത്രം അവശേഷിച്ചു, യുവേഫ ചാമ്പ്യൻസ് ലീഗ്. യൂറോപ്യൻ ക്ലബ് ഫുട്ബോളിലെ ഏറ്റവും വലിയ കിരീടം മാത്രം കൈവന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് സ്പെയിനിൽ നിന്ന് വീണ്ടും ഒരു വിളിയെത്തിയത്. നീണ്ട അഭ്യൂഹങ്ങൾക്കും ചർച്ചകൾക്കും ശേഷം 2024 റയൽ മാഡ്രിഡിലെ ആദ്യ ദിവസം സാന്റിയാഗോ ബെർണബ്യൂ നിറഞ്ഞിരുന്നു. 10,000-കണക്കിന് ആരാധകർ, ഒരു ഗാലക്റ്റിക്കോയുടെ വരവേൽപ്പ്. വേദിയിലെത്തിയ എംബപ്പെ പരിഭാഷകന്റെ സഹായമില്ലാതെ സ്പാനിഷിൽ സംസാരിച്ചു. ഒരു സ്വപ്നം യാഥാർത്ഥ്യമായി. ഇത് കേട്ടപ്പോൾ ബെർണബ്യൂ ആവേശത്തിൽ അമർന്നു. വിനീസിയസ് ജൂനിയർ, ജൂഡ് ബെല്ലിംഗാം, റോഡിഗ്രോ, യുവതാരങ്ങൾ നിറഞ്ഞ റയൽ മാഡ്രിഡിൻ്റെ പുതിയ തലമുറയെ നയിക്കാനുള്ള ദൗത്യം എംബപ്പയുടെ നിന്നു. ഒരു കാലത്ത് ചുമരിൽ പതിച്ചിരുന്ന റൊണാൾഡോയുടെ ചിത്രം നോക്കി ഉറങ്ങിയെത്തി. ഇപ്പോൾ അതേ ക്ലബിൻ്റെ വെള്ള ജേഴ്സി അണിഞ്ഞ് ബെർണബ്യൂവിലേക്ക്. ചില സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ വർഷങ്ങൾ വേണ്ടിവരും. എംബപ്പയുടെ ജീവിതത്തിൽ ആ സ്വപ്നത്തിന് വേണ്ടി വന്നത് ക്ഷമയും കഠിനാധ്വാനവും അറ്റമില്ലാത്ത വിശപ്പുമായിരുന്നു. 2018 റഷ്യൻ ലോകകപ്പിൽ ഫ്രാൻസിൻ്റെ 23-അംഗ സംഘത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ പേര് 19-കാരനായ എംബപ്പയുടേതായിരുന്നു. യുവതാരമെന്ന വിശേഷണവുമായി ടൂർണമെൻറ്റിലെത്തിയ ആ പയ്യൻ ലോകകപ്പ് അവസാനിക്കുമ്പോഴേക്കും സൂപ്പർ താരമായി മാറി. ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ എനർജറ്റിക് പ്ലെയർ ആയിരുന്ന എംബപ്പെ ശരിക്കും ഞെട്ടിച്ചത് പ്രീ ക്വാർട്ടറിലായിരുന്നു. എതിർവശത്ത് മെസ്സിയുടെ അർജന്റീന. ആ മത്സരമാണ് എംബപ്പയെ ലോകത്തിന് പരിചയപ്പെടുത്തിയത്. കളിയുടെ തുടക്കത്തിൽ സ്വന്തം ഹാഫിൽ നിന്ന് പന്തുമായി കുതിച്ചെത്തിയ ആ സ്പ്രിന്റ് ഇന്നും കാണികളുടെ ഓർമ്മയിലുണ്ട്. 30ലേറെ മീറ്റർ പന്തുമായി മുന്നോട്ട് അർജന്റീനയുടെ പ്രതിരോധത്തെ മുഴുവൻ പിന്നിലാക്കി. ഒടുവിൽ പെനാൽറ്റി, ഫ്രാൻസ് മുന്നിൽ. പിന്നീട് 2 ഗോളുകൾ കൂടി. ആ വേഗത്തിന് മുന്നിൽ അർജന്റീനയുടെ പ്രതിരോധം തകർന്നു. സ്കോർ ഫ്രാൻസ് 4, അർജന്റീന 3. മെസ്സിയുടെ ആ ലോകകപ്പ് യാത്ര അവസാനിച്ചപ്പോൾ എംബപ്പയുടെ ലോകയാത്ര ആരംഭിക്കുകയായിരുന്നു. മത്സരശേഷം ഫ്രാൻസ് പരിശീലകൻ ദിദിയെ ദഷാം പറഞ്ഞൊരു വാചകം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഹി ഹാസ് നോ ലിമിറ്റ്സ്. അവൻ്റെ സാധ്യതകൾക്ക് അതിരുകളില്ല. ക്വാർട്ടർ ഫൈനലും സെമി ഫൈനലും പിന്നിട്ട് ഫ്രാൻസ് ഫൈനലിലെത്തി. എതിർവശത്ത് ക്രൊയേഷ്യയുടെ സുവർണ തലമുറ.
ഫൈനലിൽ ഗോൾ നേടിയപ്പോൾ എംബപ്പയ്ക്ക് വെറും 19 വയസ്സ്. ഫ്രാൻസ് ലോക ചാമ്പ്യന്മാരായി. മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരവുമായാണ് എംബപ്പെ മടങ്ങിയത്. എന്നാൽ ഏവരെയും സ്പർശിച്ചത് മറ്റൊരു തീരുമാനമായിരുന്നു. ലോകകപ്പ് നേടിയതിന് ലഭിച്ച ബോണസ് മുഴുവൻ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് കായിക പരിശീലനം നൽകുന്ന ഫ്രഞ്ച് ചാരിറ്റി സ്ഥാപനത്തിന് സംഭാവനയായി നൽകിയത്. രാജ്യത്തിനു വേണ്ടി കളിക്കാൻ പണം വാങ്ങേണ്ടതില്ല എന്നായിരുന്നു എംബപ്പയുടെ ന്യായീകരണം. മികച്ച ഫുട്ബോൾ താരം എന്നതിലുപരി വലിയ മനസ്സുള്ള മനുഷ്യനെന്ന അംഗീകാരവും എംബപ്പെ നേടി. ഫുട്ബോൾ വിജയങ്ങളുടെ മാത്രം കളിയല്ല, വീണാലും വീണ്ടും എഴുന്നേൽക്കാൻ കഴിയുന്നവരെയാണ് അത് പരീക്ഷിക്കുന്നത്. 2021 യൂറോ കപ്പിലെ റൗണ്ട് ഓഫ് 16 എതിർവശത്ത് സ്വിറ്റ്സർലൻഡ്, ഷൂട്ടൌട്ടിലെ അവസാന പെനാൽറ്റി. എംബപ്പയുടെ ഷോട്ട് ഗോൾ കീപ്പർ യമാൻ സോമർ തടുത്തിട്ടു. ഫ്രാൻസ് പുറത്ത്. ഒരു നിമിഷം കൊണ്ട് ലോകകപ്പ് ഹീറോ ആയിരുന്നയാൾ യൂറോയിലെ ദുരന്ത നായകനായി. സമൂഹ മാധ്യമങ്ങളിൽ വംശീയ അധിക്ഷേപങ്ങളുടെ പ്രളയം, കടുത്ത വിമർശനങ്ങൾ. എന്നാൽ എംബപ്പെ മറുപടി പറഞ്ഞത് വാക്കുകൾ കൊണ്ടായിരുന്നില്ല, കളിച്ചുകൊണ്ടായിരുന്നു. ആ തോൽവി അവനെ തകർത്തില്ല. അടുത്ത ലോകകപ്പിൽ ലോകം കണ്ടത് തോൽവിയിൽ നിന്ന് പാഠം പഠിച്ച പുതിയൊരു എംബപ്പയെയായിരുന്നു. 5 അടി 10 ഇഞ്ച് ഉയരം, ഏകദേശം 75 കിലോ ഭാരം, മണിക്കൂറിൽ 36 മുതൽ 38 കിലോമീറ്റർ വരെയാണ് വേഗം. ഉസൈൻ ബോൾട്ടുമായാണ് ഓട്ടത്തിലെ താരതമ്യം. സെൻറ്റർ ഫോർവേഡായും ഇടതു വിങ്ങറായും ഒരുപോലെ കളിക്കാനാകും. ഓഫ് ദ ബോൾ റണ്ണിംഗ്, ഡിഫൻസിൻ്റെ പിന്നിലേക്ക് കയറുന്ന മുന്നേറ്റം, 1-on-1 ഫിനിഷിംഗ് എന്നിവയാണ് പ്രത്യേകതകൾ. ചെറിയ ഇടങ്ങളിൽ നിന്ന് പന്ത് നിയന്ത്രിക്കാനുള്ള കഴിവും അതിവേഗത്തിൽ ദിശ മാറ്റാനുള്ള മികവും പ്രതിരോധക്കാരെ കുഴപ്പിക്കും. ഭക്ഷണത്തിൽ വലിയ അച്ചടക്കമാണ്. പ്രോട്ടീൻ സമൃദ്ധമായ പോഷകാഹാരത്തിനാണ് മെനുവിൽ സ്ഥാനം. വലിയ മത്സരങ്ങൾക്ക് മുമ്പും സമ്മർദ്ദമില്ല. ചിരിച്ചും തമാശ പറഞ്ഞും ഡ്രസ്സിംഗ് റൂമിൽ കൂളാണ് എംബപ്പെ. കാർട്ടൂൺ കഥാപാത്രമായ നിഞ്ച ടർട്ടിൽസിലെ ഡൊണാട്ടെല്ലോ എന്നതാണ് എംബപ്പയുടെ ഏറ്റവും പ്രശസ്തമായ വിളിപ്പേര്. കൂടാതെ കീക്കി എന്നും കിങ് എംബപ്പെ എന്നും ആരാധകർ സ്നേഹത്തോടെ വിളിക്കാറുമുണ്ട്. 2022 ഡിസംബർ 18 ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയം. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫൈനലുകളിലൊന്ന് സംഭവിച്ച രാത്രി. ഒരു വശത്ത് ലോക ചാമ്പ്യൻ പട്ടം നിലനിർത്താനിറങ്ങിയ ഫ്രാൻസ്, എതിർവശത്ത് അർജന്റീന. ആദ്യ 80 മിനിറ്റോളം ഫ്രാൻസ് കളത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നി. മെസ്സിയുടെ നേതൃത്വത്തിൽ അർജന്റീന 2 ഗോളിൻ്റെ ലീഡിൽ. കിരീടം മെസ്സിയുടേതെന്ന് ലോകം വിധിയെഴുതി തുടങ്ങി. പക്ഷേ 80-ാം മിനിറ്റിൽ പെനൽറ്റി. എംബപ്പെ വല കുലുക്കി. ഫ്രാൻസ് 1, അർജന്റീന 2. അടുത്ത മിനിറ്റുകളിൽ വായുവിൽ നിന്ന് പന്തെടുത്ത് വെലങ്കാലിൽ മനോഹര വോളി. എമിലിയാനോ മാർട്ടിനസിന് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. സ്കോർ 2-2. വെറും 97 സെക്കൻഡിനുള്ളിൽ കഥ മാറി. കാണികൾ വിസ്മയത്തോടെ എഴുന്നേറ്റ് നിന്നു. അധിക സമയത്ത് മെസ്സി വീണ്ടും അർജന്റീനയെ മുന്നിലെത്തിച്ചു. എംബപ്പെ വീണ്ടും തിരിച്ചടിച്ചു. പെനാൽറ്റി 3-3. 1966 ജെഫ് ഹേഴ്സ്റ്റിന് ശേഷം ലോകകപ്പ് ഫൈനലിൽ ഹാട്രിക് നേടുന്ന ആദ്യ താരം. ഷൂട്ടൌട്ടിലും ഗോളടിച്ചതോടെ ലോകകപ്പ് ഫൈനലിൽ 4 ഗോളുകൾ നേടുന്ന ആദ്യ താരമെന്ന അപൂർവ നേട്ടവും. എന്നിട്ടും കിരീടം സ്വന്തമാക്കിയത് അർജന്റീന. എംബപ്പയുടെ കൈകളിലെത്തിയത് ഗോൾഡൻ ബൂട്ട്. 8 ഗോളുകളുമായി ടൂർണമെൻറ്റിലെ ടോപ്പ് സ്കോറർ. പക്ഷേ ഗോൾഡൻ ബൂട്ട് ഏറ്റുവാങ്ങുമ്പോൾ പോലും എംബപ്പയുടെ മുഖത്ത് പുഞ്ചിരി ഉണ്ടായിരുന്നില്ല. മത്സരശേഷം അർജന്റീനയുടെ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് സമ്മതിച്ചു, ഹീ ഈസ് എ ബീസ്റ്റ്. അവൻ അസാധാരണ പ്രതിഭാസമാണ്. മെസ്സിയും പിന്നീട് നിരവധി അഭിമുഖങ്ങളിൽ എംബപ്പയുടെ മികവിനെ പ്രശംസിച്ചു. 2022 ലോകകപ്പ് നടക്കുമ്പോൾ പെലെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായിരുന്നു. ലോകമെമ്പാടുമുള്ള ആരാധകരോടൊപ്പം എംബപ്പയും സമൂഹ മാധ്യമത്തിൽ ഒരു വരി മാത്രം കുറിച്ചു, പ്രേ ഫോർ ദ കിങ്. രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലുസൈലിലെ ആ രാത്രി ഒരു തോൽവിയുടെ കഥ മാത്രമായിരുന്നില്ല, പുതിയ യുഗത്തിൻ്റെ പ്രഖ്യാപനമായിരുന്നു. ആ രാത്രി മെസ്സി തൻ്റെ സ്വപ്നം പൂർത്തിയാക്കി. എംബപ്പെ തൻ്റെ അടുത്ത സ്വപ്നത്തിന് തിരികൊളുത്തി. ഒരു ദിവസം ആ ലോകകപ്പ് സ്വന്തം കൈകളാൽ ഉയർത്തുമെന്ന്. മികച്ച കളിക്കാർ നിരവധിയുണ്ട്. പക്ഷേ അവർ ശക്തരായ നിലപാടുള്ളവരാകുന്നത് അപൂർവമാണ്. കളിമികവ് കൊണ്ട് മാത്രമല്ല, തീരുമാനങ്ങൾ കൊണ്ടും കിലിയൻ എംബപ്പെ പലപ്പോഴും വാർത്തയാകാറുണ്ട്. ഫ്രഞ്ച് ദേശീയ ടീമിൻ്റെ ഔദ്യോഗിക ഫോട്ടോഷൂട്ട്. ടീമിലെ എല്ലാവരും എത്തിയിട്ടും എംബപ്പെ മാത്രം വന്നില്ല. കാരണം വ്യക്തമായിരുന്നു. ടീമിൻ്റെ സ്പോൺസർഷിപ്പ് കരാറുകളിൽ ചിലത് മദ്യം, ഫാസ്റ്റ് ഫുഡ്, ഓൺലൈൻ ബെറ്റിംഗ് തുടങ്ങിയ ബ്രാൻഡുകളുടേതായിരുന്നു. ആ കരാറുകൾ പുനഃപരിശോധിക്കാതെ ഫോട്ടോഷൂട്ടിൽ പങ്കെടുക്കില്ലെന്ന് എംബപ്പെ അറിയിച്ചു. ഒടുവിൽ കരാറുകൾ പുനഃപരിശോധിക്കാമെന്ന് ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷന് സമ്മതിക്കേണ്ടി വന്നു. ഫുട്ബോൾ താരങ്ങൾ ഇന്ന് കളിക്കാർ മാത്രമല്ല,
കോടിക്കണക്കിന് കുട്ടികളുടെ മാതൃകകളാണ്. ആ ഉത്തരവാദിത്തം എംബപ്പെ നന്നായി മനസ്സിലാക്കുന്നു. 2022 ലോകകപ്പിനിടെ മറ്റൊരു സംഭവം ശ്രദ്ധേയമായിരുന്നു. പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ സ്പോൺസറായിരുന്ന ബിയർ ബ്രാൻഡിൻ്റെ ലോഗോ കാണാത്ത രീതിയിലാണ് എംബപ്പെ ട്രോഫി പിടിച്ചത്. ചെറിയ കാര്യമായി തോന്നാമെങ്കിലും സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിത്വത്തിൻ്റെ സൂചനയായിരുന്നു അത്. മൈതാനത്തിന് പുറത്തും എംബപ്പെ സാമൂഹിക വിഷയങ്ങളിൽ ശബ്ദം ഉയർത്താറുണ്ട്. ഫ്രാൻസിലെ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി യുവാക്കളോട് ഉത്തരവാദിത്വത്തോടെ വോട്ട് ചെയ്യാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. വിദ്വേഷ രാഷ്ട്രീയത്തെയും തീവ്രവാദ ചിന്തകളെയും എതിർക്കുന്ന നിലപാടും പരസ്യമായി പങ്കുവച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികളുമായി സമയം ചെലവഴിക്കുന്നതും ആശുപത്രികൾ സന്ദർശിക്കുന്നതും പതിവാണ്. അമ്മ ഫായിസ ലമാരിയാണ് വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ കരിയറിലും ട്രാൻസ്ഫർ ചർച്ചകളിലും വാണിജ്യ കരാറുകളിലും പ്രധാന പങ്കുവഹിക്കുന്നത്. സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് അധികം സംസാരിക്കാത്ത താരം കുടുംബത്തിൻ്റെ പിന്തുണയെ നന്ദിയോടെയാണ് ഓർക്കാറുള്ളതും. അമേരിക്ക, കാനഡ, മെക്സിക്കോ രാജ്യങ്ങളിലായി നടക്കുന്ന 2026 ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ലോകകപ്പാണ്. 48 ടീമുകൾ, പുതിയ ഫോർമാറ്റ്. ഈ ചരിത്രവേദിയിൽ ലോകം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന താരങ്ങളിൽ ഒരാൾ എംബപ്പെയാണ്. 27-ാം വയസ്സിൽ 3ാമത്തെ ലോകകപ്പ്. ഇത്തവണ സ്ട്രൈക്കർ മാത്രമല്ല, ഫ്രാൻസിൻ്റെ ക്യാപ്റ്റനും ടീമിൻ്റെ മുഖവുമാണ്. ഗ്രൂപ്പ് ഘട്ടം മുതലേ എംബപ്പെ മികച്ച ഫോമിലാണ്. ഗോളുകളും അസിസ്റ്റുകളുമായി മിന്നൽ വേഗമുള്ള മുന്നേറ്റങ്ങൾ. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരങ്ങളുടെ പട്ടികയിലും എംബപ്പയുടെ കുതിപ്പിന് അതിവേഗം. വേഗമായിരുന്നു 2018 എംബപ്പയുടെ മുഖമുദ്ര. 2022 കൂടുതൽ പക്വമതിയായി. 2026 എംബപ്പയോ ടോട്ടൽ ഫുട്ബോളർ. സ്ട്രൈക്കറിൽ നിന്ന് സമ്പൂർണ്ണ നായകനിലേക്കുള്ള യാത്ര. ഫുട്ബോൾ ചിലപ്പോൾ കണക്കുകളുടെ കളിയാണ്. പക്ഷേ ചില കളിക്കാരെ അളക്കാൻ ആ കണക്കുകൾ മാത്രം മതിയാകില്ല. കിലിയൻ എംബപ്പെ അങ്ങനെയൊരു പ്രതിഭാസമാണ്. ബൊണ്ടിയിലെ കലാപഭരിതമായ തെരുവുകളിൽ നിന്ന് ലോക ഫുട്ബോളിൻ്റെ നെറുകയിലേക്കുള്ള കുതിപ്പ്. സ്വപ്നങ്ങളിൽ വിശ്വസിച്ച ഒരു ബാലൻ്റെ കഥയാണത്. എംബപ്പയുടെ കഥയും യാത്രയും തുടരുകയാണ്. കളിയഴകിൻ്റെ കാൽപ്പനിക മുഹൂർത്തങ്ങൾക്കായി കാൽപന്തുലകവും കാലവും കാത്തിരിക്കുന്നു.